എന്തൊക്കെയുണ്ട് വിശേഷം? 2 മാസത്തിന് ശേഷം സ്കൂൾ തുറക്കല്ലേ. മാളൂട്ടിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇന്നലെ പറയുന്നുണ്ട് അമ്മയ്ക്ക് മടുത്തു, ഞാൻ സ്കൂളിൽ പോകണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നീച്ചാലറിയാം എന്താണ് പാട്. കുറച്ച് ഗതിയിടേണ്ടി വരും. ഞാൻ ഇന്നലെ തന്നെ ഇഡ്ഡലിക്ക് മാവൊക്കെ അരച്ച് വെച്ചിരുന്നു കേട്ടോ. അതാ മാവൊക്കെ നല്ലോണം പൊന്തിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാറുണ്ട്. അപ്പോൾ പിന്നെ പണി എളുപ്പം കഴിയും. ഇനിയിപ്പോൾ ഇതിനധികം പാടൊന്നുമില്ല. ഇപ്പോൾ ഓളെ നീപ്പിച്ച് സ്കൂളിലേക്കൊക്കെ ഒന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടൊന്ന് നോക്കിയാൽ മതി. ഇതാണ് കേട്ടോ മോളെ സ്നാക്സ് ബോക്സ്. ഞാനൊരു ഇൻസ്റ്റ പേജിന് കസ്റ്റമൈസ് ചെയ്തതാണ്. ഇത് വാട്ടർ ബോട്ടിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വാട്ടർ ബോട്ടിലൊക്കെ നല്ല ഇഷ്ടമായി കാണാൻ. സ്നാക്സ് ബോക്സ് പിന്നെ സാധാ ഒരു നോർമൽ പേരെഴുതിയത്. ഈ വാട്ടർ ബോട്ടിലിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായത്. കുടിവെള്ളം കൊണ്ടുപോകാനുള്ളത് അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വേഗം തിളപ്പിച്ച് വെച്ചാൽ ഇനി പോകാനാകുമ്പോഴത്തേന് ചൂടാറുള്ളൂ. 10 മണിയാകുമ്പോഴേ വണ്ടി വരുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ വേഗം 2 മാസത്തെ ഗ്യാപ്പല്ലേ, നമ്മളും ഒന്നൊന്ന് തുടങ്ങണം എന്നുള്ള പോലെയല്ലേ. ഞാൻ പണിയൊക്കെ വേഗം ഒരുക്കി വെച്ച് ചായക്കടിയൊക്കെ വേഗം ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. മാളൂട്ടി നീച്ചാൽ കുറേ നേരം പോകും. അവളെന്തായാലും കുറുമ്പ് കേട്ടോ. സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യക്കൂട്ടം നീച്ചാലാണെങ്കിലും ഓനും കുറുമ്പാവും. അപ്പോൾ വേഗം പണിയൊക്കെ ഒന്ന് തീർത്താൽ പിന്നെ അമ്മേനെയും വിളിക്കാണ്ട്. അമ്മേനെ നമ്മൾ പോയി വിളിച്ചാലേ അമ്മ നീക്കുള്ളൂ കേട്ടോ. ഏട്ടൻ്റെ അമ്മയ്ക്ക് കുറച്ച് വയസ്സായതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. വേറൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെയല്ലേ പൊന്തി വന്ന മാവ് ഇങ്ങനെ ഇളക്കുമ്പോൾ. തട്ടിലൊക്കെ എണ്ണ ആക്കിയിട്ട് ഇനി തട്ടിക്കൊക്കെ ഒന്ന് പാരട്ടെ മാവ്. അത്യാവശ്യം സെക്യൂർഡാണ് കേട്ടോ. നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ തുറക്കാൻ കിട്ടുമോ അവിടുന്ന്, സ്കൂളിൽ നിന്ന് തുറക്കാൻ കിട്ടുമോ? ഇന്നിപ്പോൾ ഇനി സ്നാക്സ് കൊണ്ടുപോകണമെന്നൊന്നും അറിയില്ല. 12 മണിക്ക് ഇവിടെ കൊണ്ടുപോകേണ്ടി വരും അല്ലേ. 12 മണിക്കാണ് വണ്ടി എന്ന് പറഞ്ഞു മിസ്. അപ്പോൾ വേണ്ടി വരും അല്ലേ. ഏതായാലും പാക്കൊക്കെ ചെയ്ത് വെക്കാം, ബാഗിൽ വെക്കാം. വേണമെങ്കിൽ കഴിച്ചോളൂ, ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴ പെയ്തോ? എൻ്റെ അമ്മേ, ഇവിടെ എന്തൊരു ഇടിയെന്ന് പറയുമോ. ഇടിയും മഴയും നല്ല അടിപൊളി മഴയെന്ന് കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ ജൂണിൻ്റെ വരവ് അറിയിച്ചു എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു. ഇടി കെട്ടിയിട്ട് മാളൂട്ടിക്ക് ആദ്യ കുട്ടികളൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഓര് പേടിക്കുക പറഞ്ഞാണ്ട് ഇങ്ങനെ കരയുന്നു. മാളുവിൻ്റെ ഡ്രസ്സ് പിടിച്ചോണ്ട് നടക്കുന്നു. ആ വേഗം അടിച്ചു വരി തുടയ്ക്കാന്ന് കരുതിയിട്ടാട്ടോ. സ്കൂളുണ്ടായിരുന്നപ്പോൾ ഞാൻ എന്താ കാട്ടിൽ വെച്ചാൽ, ഞാൻ രാവിലെ തീച്ചാൽ അടിച്ചു വാരും തുടയ്ക്കും, എന്നിട്ട് കുളിക്കും, എന്നിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറല്. ഇപ്പോൾ പിന്നെ ഞാൻ സ്കൂള് പൂട്ടിയത് കൊണ്ട് ഞാൻ അതിന് നിൽക്കാത്ത എന്താ വെച്ചാൽ മക്കളല്ലേ എല്ലാവരും കൂടെ കളിക്കാനുണ്ടാവും. അപ്പം ഞാൻ തുടയ്ക്കുകയെന്ന് പറഞ്ഞാൽ അത് വെറുതെ എൻ്റെ ഒരു മെനക്കേട് മാത്രമാവും. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ അതിന് പോവില്ല. ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുടയ്ക്കും. ഇനിയിപ്പോൾ മാളൂട്ടി എല്ലാവരും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അധികം കളിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. പിന്നെ ആദ്യക്കൂട്ടം മാത്രമല്ലേ, വലിയ പ്രശ്നം ഉണ്ടാവില്ല. എത്ര പെർഫെക്റ്റാണ് നോക്കിയിട്ടില്ല. സോഫ്റ്റുമാണ് കേട്ടോ. സോഫ്റ്റ് ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല, നല്ല സോഫ്റ്റാണ്. ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടെ എടുക്കാം. ഇത് ഈ ചെറിയ തട്ടിൽ ഒരു തട്ടും കൂടെ മതി.
ഒരു തട്ട് ഇഡ്ഡലിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അത് മതി. 1.5 തട്ട് ഇഡ്ഡലി വെക്കില്ല. ആ വെള്ളം തളിച്ചോ ഓഫാക്കട്ടെ. ഞാനേ ഒരു കാര്യം പറയാൻ മറന്നു. ആദ്യം അത് പറയണമെന്ന് കരുതിയത്. ഇന്ന് ആദ്യകുട്ടൻ്റെ ബർത്ത്ഡേ കേട്ടോ. 2 വയസ്സാകുമ്പോഴത്തേക്ക്. ബർത്ത്ഡേ പോയിതാ നീച്ചു വന്നിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ആണ്. ആരതാ? എന്റെയാണ്. എന്താണെന്ന് ആദ്യകുട്ടൻ്റെ എന്താ പറയേ? എന്താ പറയൂലേ? ഞങ്ങൾ ചിരിക്കും അല്ലേ? ഞങ്ങൾ ക്യാമറ കണ്ടാ ഇപ്പം ചിരിക്കും കേട്ടോ. ഹായ് പറഞ്ഞു. ഹായൊക്കെ പറയൂ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടോ. അപ്പോഴത്തേന് തന്ന് സ്കൂൾ കുട്ടി നീച്ചു വന്നിട്ടുണ്ട്. കള്ളത്തരം കാട്ടി കിടക്കാട്ടോ മാളു. സ്കൂളിൽ പോണ്ട മോളിട്ടിയെ എന്താ എന്താ മാളു? പുതിയ ബുക്കും ബാഗും കൊടയൊക്കെ ഇല്ലേ? പോണ്ട? ആ അതാ കൊട. ഇവിടെ ഉണ്ടല്ലേ കൊട? എവിടെ? ആ അതാ കണ്ടില്ല മാളു കൊട. സ്കൂളിൽ പോയിക്കോ പറഞ്ഞാളാ മതി. സ്കൂളിൽ പോയിക്കോ, വേഗം പോയിക്കോ. ഒക്കെ തിന്നു. ചായ വേണോ? കൊണ്ടുവരട്ടോ. മാളുട്ടിയെ വാ പല്ലേക്ക്. മാളു ഭയങ്കര മടിയാട്ടോ. കള്ളത്തരം കാട്ടാണ് സ്കൂളിലേക്ക് പോവാൻ. എന്തോ കള്ളത്തിയാണ്. കാട്ടനും ചേച്ചിയൊക്കെ സ്കൂളിലേക്ക് പോയി. ഇനിയിപ്പോൾ റിതുട്ടനും മാളുട്ടിയും വേഗം പോകും. സോപ്പൊക്കെ തേക്കണം. ആദ്യമായിട്ട് UKG പോകുമ്പോ സോപ്പ് തേച്ചിട്ടില്ല പറയൂല കുട്ടികള്. മുഖത്ത് തേക്കണ്ട, കൈമേലും കാൽമേലും ഒക്കെ തേക്കാം. എന്ത് മുതലെടുപ്പാണ് മുതലെടുപ്പ്. കുളിച്ചിട്ട് വരാം. സ്കൂളിൽ പോവാൻ മാറ്റി റെഡി ആയി നിക്കാണ് മാളൂട്ടി. ടാറ്റാ മാളു പോവാണ്. ഇതോ ഹായ് പറഞ്ഞ. വാ അവിടെ ഒന്നാ മതി. കുട്ടിയാണ് ആദ്യക്കുട്ട വെച്ചു. നീ കേറിക്കോളി, അകത്തേക്ക് കേറിക്കോളി. മുട്ടായോ? നടക്ക് കേറ്. തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂൾ? എങ്ങനെ ഉണ്ടായിരുന്നു? അതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന മാളു? അവിടെ നിന്ന് കഴിച്ചുകൂടായിരുന്നു? നടക്ക്. ആദ്യം അവിടെ കയറിയ ഇത് കൈ കൊടുക്കും. ടേസ്റ്റ് ഉണ്ടോ? ഓ എന്താ ടേസ്റ്റ്. അജിച്ചതാ
അടിപൊളിയോ? പറയ്, എന്തൊക്കെ ഉണ്ടായിരുന്നു? പായസം കുടിച്ചോ? എന്നിട്ടോ സിയാദിനൊക്കെ കണ്ടോ? ഫ്രണ്ട്സിനൊക്കെ കണ്ടോ? എന്നിട്ടോ എൻ്റെ അമ്മ വന്നില്ലല്ലേ? അതല്ലേ ഇത് നോക്കണേ? സാരല്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പോവാം. 1ാം ക്ലാസ്സിക്ക് പോരണ്ട കേട്ടോ. അപ്പോൾ മാളുവിൻ്റെ സ്കൂൾ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് വീണ്ടും വരാം. നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബായ്.